മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് N2 മോളിക്യൂൾസിന്റെ കോൺഫിഗറേഷൻ ആണ്. അതായത് നൈട്രജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 7 ആണ് ആറ്റോമിക് നമ്പർ എന്നറിയാം. N2 വരുമ്പോൾ 7 + 7 14 വരും. ആദ്യം നമുക്ക് ഇതിന്റെ ഓർഡർ എഴുതാം. 14 താഴെയാണെങ്കിൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. അടുത്തത് പൈ 2px is equal to പൈ 2py, സിഗ്മ 2pz, പൈ സ്റ്റാർ 2px is equal to പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. അല്ലെ, ഇതാണ് നമുക്ക് 14 താഴെ ഉള്ളെങ്കിൽ px, py, pz, ഇതാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ 14 എണ്ണമാണ് ഉള്ളത്. നമുക്ക് ഇട്ട് കൊടുക്കാം 2 2 2 2 2 2 2 4 6 8 10 12. എവിടെ വന്നപ്പോ എന്ത് ചെയ്തു? 14 എണ്ണമായി അല്ലെ. 2 4 6 8 10 12 14 എണ്ണമായി. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, അത് അവിടെ കിടക്കട്ടെ. ഇനി ഇതിന്റെ നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ NB - NA / 2 ആണ്. അതായത് ബോണ്ടിങ്ങിൽ പങ്കെടുത്തത് മൈനസ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്തത് / 2 ആണ്. ഇവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുത്തത് എത്ര ഉണ്ട്? അതായത് സ്റ്റാർ ഇല്ലാത്തത് എണ്ണണം. 2 4 6 8 10. സ്റ്റാർ ഇല്ലാത്തത് 10 എണ്ണം ഉണ്ട്. ഇനി സ്റ്റാർ ഉള്ളത് എണ്ണണം. 2 4 2 4. സ്റ്റാർ ഉള്ളത് ആകെ 4 എണ്ണം ഉള്ളൂ. 4/2. അതായത് 10 - 4. 10 - 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 - 4 പോയാൽ 6 കിട്ടും. 6/2. അതായത് 3 ആണ് ഇവിടുത്തെ ബോണ്ട് ഓർഡർ കിട്ടുന്നത്. നമ്മള് N2 മോളിക്യൂൾസിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓൾറെഡി എഴുതി കഴിഞ്ഞു. അതിന്റെ ബോണ്ട് ഓർഡറും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അതിന്റെ അകത്ത് ചെയ്യുന്നത് അതിന്റെ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അതിനു മുമ്പ് നമുക്കറിയാം നൈട്രജൻ എന്ന് പറയുന്നത് 7 ആണ്. അതിന്റെ നമ്മൾ 10ാം ക്ലാസ്സിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചിട്ടുണ്ട്. അതെന്താ? 1s2 2s2, ബാക്കി വരുന്ന എത്രയാ? 2p3, 2 4 4 3 7 അല്ലെ. ഇതാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അതാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ സൈഡിലും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ സൈഡിലും എഴുതി കൊടുക്കാം. നോക്കാം. ഫസ്റ്റ് 1s2 ഇവിടെ എഴുതി കൊടുത്തു. തൊട്ട് മുകളില് 2s2, അടുത്തത് 2p3. അതേ സെയിം തന്നെ ഇവിടെ എഴുതി കൊടുക്കുക. 1s2 2s2 2p3 ഇവിടെയും എഴുതി കൊടുക്കുക. ഓക്കെ. ഇനി നമ്മള് നടുക്കേ കൂടെ, ഈ നടുക്കാണ് നമ്മൾ ഏത് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതുന്നത്. അതായത് ഇതേ ഓർഡറിൽ താഴേന്ന് മുകളിലേക്ക് നോക്കിക്കോ. ഇവിടെ സിഗ്മ 1s2, ഇവിടെ സിഗ്മ സ്റ്റാർ 1s2, ഇവിടെ സിഗ്മ 2s2, ഇവിടെ സിഗ്മ സ്റ്റാർ 2s2, ഇവിടെ സിഗ്മ സ്റ്റാർ 2s2 കഴിഞ്ഞ് എന്താ വരുന്നത്? പൈ 2px is equal to പൈ 2py. അവരെ ഒരേ ലെവലിൽ തന്നെ എഴുതണം. പിന്നെ ഇവിടെ സിഗ്മ 2pz, ഇവിടെ പൈ സ്റ്റാർ 2px is equal to പൈ സ്റ്റാർ 2py, ഇവിടെ സിഗ്മ സ്റ്റാർ 2pz. ക്രമത്തിൽ തന്നെ നമ്മൾ എഴുതിയ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷന്റെ ക്രമത്തിൽ തന്നെ 1s2 സ്റ്റാർ 1s2 2s2 സ്റ്റാർ 2s2 ആ ക്രമം താഴേന്ന് മുകളിലേക്ക് എഴുതുക. ഇനി നമുക്ക് ആ ബോണ്ട് ഇത് ചെയ്യാം. ഫസ്റ്റ് 1s2ല് 2 എണ്ണം ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു. അടുത്തത് 2s2ല് 2 എണ്ണം ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു. 2pയില് 3 എണ്ണം 1 2 3, ഇവിടെ 1 2 3 3 കൊടുത്തു. ഇനി നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ നോക്കാം. 1sല് 2 എണ്ണം കൊടുത്തു, സ്റ്റാറിലും 2 എണ്ണം കൊടുത്തു, അടുത്ത 2sലും 2 എണ്ണം കൊടുത്തു, ഇവിടെയും 2 എണ്ണം കൊടുത്തു. പൈ 2pxലും 2 എണ്ണം ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു. ഓക്കെ. സിഗ്മ 2pzല് 2 എണ്ണം അതും കൊടുത്തു. നിങ്ങൾക്കറിയാം ബാക്കി 2 എണ്ണത്തില്, അതായത് സ്റ്റാർ ഉള്ള ബാക്കി 2 എണ്ണം 3 എണ്ണത്തിൽ നമുക്ക് ഫില്ല് ചെയ്യാനില്ല. അത് അങ്ങനെ തന്നെ ബ്ലാങ്ക് ആയിട്ട് അവിടെ കിടന്നോട്ടെ.